കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനുള്ള കാനഡയുടെ പുതിയ നടപടികൾ ഇന്ത്യക്കാർക്ക് വൻ തിരിച്ചടി. കനേഡിയൻ അതിർത്തി ഉദ്യോഗസ്ഥർക്ക് വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, കുടിയേറ്റക്കാർ എന്നിവരുടെ വിസ സ്റ്റാറ്റസ് എപ്പോൾ വേണമെങ്കിലും മാറ്റാൻ തടസ്സമില്ലാത്ത അധികാരം നൽകുന്നതാണ് ഈ പുതിയ നടപടി. ഇത് ഇന്ത്യയിൽ നിന്നുള്ളവർ ഉൾപ്പെടെ പതിനായിരക്കണക്കിന് വിദേശ വിദ്യാർത്ഥികളെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇനി പലരും പെട്ടിയും കിടക്കയും എടുത്ത് നാട്ടിലേക്ക് മടങ്ങേണ്ടി വരും എന്ന് നിസ്സംശയം പറയാം. ജോലിക്കും താമസാനുമതിക്കും അപേക്ഷിക്കുന്നവരെയും ഇത് പ്രതികൂലമായി തന്നെ ബാധിക്കും. പുതിയ നിയമങ്ങൾ ഫെബ്രുവരി ആദ്യം മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. പുതിയ ഇമിഗ്രേഷൻ ആൻഡ് റെഫ്യൂജി പ്രൊട്ടക്ഷൻ റെഗുലേഷൻസ് ആണ് ഇന്ത്യക്കാർക്ക് തിരിച്ചടിയായത്. ഇതുപ്രകാരം ഇലക്ട്രോണിക് യാത്രാ അനുമതികൾ, താൽക്കാലിക റെസിഡന്റ് വിസകൾ എന്നിവ നിരസിക്കാനുള്ള അധികാരം ഇപ്പോൾ കനേഡിയൻ അതിർത്തി ഉദ്യോഗസ്ഥരിൽ നിക്ഷിപ്തമാണ്. അതായത് അതിർത്തി ഉദ്യോഗസ്ഥർക്ക് തന്നെ ഇത്തരം രേഖകൾ റദ്ദാക്കാൻ കഴിയും. ഇതിൽ വർക്ക് പെർമിറ്റുകളും വിദ്യാർത്ഥി വിസകളും ഉൾപ്പെടുന്നു. പെർമിറ്റുകളും വിസകളും നിരസിക്കുന്നതിന് പാലിക്കേണ്ട ചില മാർഗനിർദ്ദേശങ്ങളുണ്ട്. അംഗീകൃത താമസ കാലയളവ് അവസാനിച്ചതിന് ശേഷം ഒരു വ്യക്തി കാനഡ വിടുമെന്ന് ഒരു ഉദ്യോഗസ്ഥന് ബോധ്യപ്പെട്ടില്ലെങ്കിൽ കാനഡയിൽ താമസിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് പ്രവേശനം നിരസിക്കാനോ പെർമിറ്റ് റദ്ദാക്കാനോ കഴിയും. അത്തരം തീരുമാനമെടുക്കാനുള്ള വിവേചനാധികാരം പൂർണ്ണമായും ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. അതേസമയം ഈ പുതിയ നിയമങ്ങളും ചട്ടങ്ങളും നിരവധി അനിശ്ചിതത്വങ്ങൾക്കും വഴിവെക്കുന്നുണ്ട്. നിലവിൽ താമസിക്കുന്നവരുടെ പെർമിറ്റ് റദ്ദാക്കിയാൽ ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡയിൽ നിന്ന് ഇമെയിൽ വഴിയും അവരുടെ IRCC അക്കൗണ്ട് വഴിയും അറിയിപ്പ് ലഭിക്കും. അത്തരം വ്യക്തികൾ വിദ്യാഭ്യാസത്തിനോ വായ്പകൾക്കോ മോർട്ട്ഗേജുകൾക്കോ, തൊഴിലാളികൾ താമസത്തിനിടയിൽ നൽകിയ വാടകയ്ക്കോ നിക്ഷേപിച്ചതോ ഇതിനകം നൽകിയതോ ആയ പണത്തിന് എന്ത് സംഭവിക്കുമെന്നും വ്യക്തതയില്ല. വിദ്യാർത്ഥികൾക്കെന്ന പോലെ ജോലി തേടിയെത്തുന്നവർക്ക് ഇത് വലിയ തിരിച്ചടി തന്നെയാണ്. ഈ രണ്ട് വിഭാഗങ്ങളിലെയും വിദേശ പൗരന്മാരുടെ ഏറ്റവും വലിയ കൂട്ടം ഇന്ത്യക്കാരാണ്. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും നിയമപരമായ കുടിയേറ്റക്കാർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് കാനഡ. സർക്കാർ ഡാറ്റ പ്രകാരം നിലവിൽ കാനഡയിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികളിൽ മാത്രം 4.2 ലക്ഷത്തിലധികം ഇന്ത്യൻ പൗരന്മാരുണ്ട്. ഒരു വിദ്യാർത്ഥിയെയോ തൊഴിലാളിയെയോ കുടിയേറ്റക്കാരനെയോ നിരസിക്കുകയാണെങ്കിൽ അവരെ പ്രവേശന കവാടത്തിൽ തടഞ്ഞു നിർത്തി അവരുടെ മാതൃരാജ്യത്തേക്ക് തിരിച്ചയക്കും. കാനഡയിൽ പഠിക്കുകയോ ജോലി ചെയ്യുകയോ താമസിക്കുകയോ ചെയ്യുമ്പോൾ പെർമിറ്റ് റദ്ദാക്കിയാൽ ഒരു നിശ്ചിത തീയതിക്കുള്ളിൽ രാജ്യം വിടാൻ അവർക്ക് നോട്ടീസ് നൽകും. ഈ വിഭാഗങ്ങൾക്ക് പുറമെ ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ വൻ ഒഴുക്കും കാനഡയിലേക്കുണ്ട്. ഇവർക്ക് എല്ലാവർക്കും വ്യത്യസ്ത താമസ കാലയളവുകളുടെ താൽക്കാലിക പെർമിറ്റുകളും ഉണ്ട്. 2024 ആദ്യ 6 മാസങ്ങളിൽ കാനഡ 3.6 ലക്ഷത്തിലധികം ഇന്ത്യക്കാർക്കാണ് യാത്രാ വിസ നൽകിയത്. 2023 കനേഡിയൻ അധികൃതർ പുറത്തുവിട്ട ഡാറ്റ പ്രകാരം വർഷത്തിലെ ആദ്യ 6 മാസങ്ങളിൽ 3.4 ലക്ഷം ഇന്ത്യക്കാരാണ് കാനഡയിൽ എത്തിയത്.